ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സനൂഫ്. ഏകദേശം ഒരാഴ്ചയായി നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറേ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ടെലഗ്രാമിലൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്തു പറ്റി ചോദിച്ചിട്ട്. ഞാനൊരു യാത്രയിലായിരുന്നു, നെറ്റ്വർക്ക് ഇല്ലാത്ത ഒരു പ്ലേസിലായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്, അല്ലെങ്കിൽ നിങ്ങളത് ഇൻഫോം ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ നെറ്റ്വർക്കൊക്കെ ഉള്ള ഒരു പ്ലേസിലാണ് ഉള്ളത്. ഇപ്പോഴും വീടെത്തിയിട്ടില്ല. വീടെത്തുമ്പോൾ ഇനിയും ചിലപ്പോൾ 2 ദിവസം കഴിയും. ഇന്ന് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 17-ാം തീയതിയാണ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യയുടെ S400 ഡീല് സ്ലോ ആകുമെന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വരുന്നുണ്ട്. മേ ബി ഇന്ത്യക്ക് S400 ലഭിക്കില്ല എന്ന് പറഞ്ഞിട്ടും ഒരു വാർത്ത വരുന്നുണ്ട്. അത് ലഭിക്കുകയാണെങ്കിൽ കുറേയധികം പ്രശ്നം ഇന്ത്യ ഫേസ് ചെയ്യേണ്ടി വരുമെന്നും പറയുന്നുണ്ട്. ഇതിന് പിന്നിലെ സത്യാവസ്ഥ എന്താണെന്നാണ് വിശദമായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ മുഴുവനായി കാണുക. അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ ഇന്ത്യക്ക് S400 ഡിഫൻസ് സിസ്റ്റം ലഭിക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ട് ഒരു ഡൗട്ട് വന്നത് എങ്ങനെ ചോദിക്കുകയാണെങ്കിൽ, അമേരിക്ക തുർക്കിയുടെ മേലെ ഒരു സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ഒരു മിലിറ്ററി പരമായിട്ടുള്ള ഉപരോധം ഏർപ്പെടുത്തിയപ്പോഴാണ്. ഈ ഒരു ഉപരോധം എന്ന് പറയുന്നത് കാറ്റ്സ എന്നാണ്. അതായത് ഇതിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് കൗണ്ടറൈസിങ് അമേരിക്കാസ് അഡ്വൈസറീസ് ത്രൂ സാങ്ഷൻസ് ആക്ട് എന്നാണ് പറയുന്നത്. ഇത് ആക്ച്വലി 2017 ഡൊണാൾഡ് ട്രംപ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കാര്യമാണ്. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് പറയുന്നത് അമേരിക്കയ്ക്ക് വെല്ലുവിളിയായി തീരുന്ന ഒരു കാര്യങ്ങൾ അതിനെ തടയാനായിട്ടുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തുക. അതാണ് ഈ ഒരു സാങ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു കാറ്റ്സ എന്നറിയപ്പെടുന്ന ഈ ഒരു സാങ്ഷൻ വഴി ആദ്യമായിട്ട് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത് റഷ്യ, ഇറാൻ, നോർത്ത് കൊറിയ തുടങ്ങിയ അമേരിക്കയുടെ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു യഥാർത്ഥ ശത്രുവായി നിലനിൽക്കുന്ന രാജ്യങ്ങളാണ്. സോ ഇവരുടെ മേലെ ഈ ഉപരോധം ഏർപ്പെടുത്തി കൂടാതെ ഈ ഒരു കാറ്റ്സ എന്നറിയപ്പെടുന്ന ഈ ഒരു ആക്ടില് കുറേയധികം സെക്ഷൻസ് ഉണ്ട്. ഇതിൽ സെക്ഷൻ 231 എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് അമേരിക്ക ഈ കാറ്റ്സയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കൺട്രീസ്, പ്രത്യേകിച്ച് റഷ്യയുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള മിലിറ്ററി ഡീല് നടത്തുകയാണെങ്കിൽ അവരുടെ മേലെയും അമേരിക്ക സാമ്പത്തികമായിട്ടുള്ള ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ്. ഈ ഒരു കാറ്റ്സയിൽ ഓൾമോസ്റ്റ് 39 റഷ്യൻ കമ്പനീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ അൽമാസ് എന്ന് പറയുന്ന S400 മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ അങ്ങനെ ഈ ഒരു കമ്പനിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഈ ഒരു സെക്ഷൻ 231 പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ റഷ്യയുമായിട്ട് ഈ ഒരു ഡീൽ നടത്തുന്ന കൺട്രീസിന്റെ മേലെ അമേരിക്ക സാമ്പത്തികമായ ഉപരോധം ഏർപ്പെടുത്തുമോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നത്. അങ്ങനെ ഒരു ചോദ്യം ഉയർന്നു വന്നത് മൂലമാണ് ഇപ്പോൾ ഇന്ത്യക്ക് S400 ലഭിക്കുമോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ആർഗ്യുമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇതിൽ തുർക്കിയുടെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ, തുർക്കിയുടെ SSB എന്ന് പറയുന്ന ഒരു ഡിഫൻസ് പ്രൊക്യൂർമെന്റ് ഗ്രൂപ്പ് എന്ന് പറയും. നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഉണ്ട്. അതുപോലെ തന്നെ തുർക്കിയുടെയും അവർക്ക് ഈ ഡിഫൻസിന് വേണ്ട സാധനങ്ങൾ വാങ്ങാനായിട്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ഇതൊരു ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്ന, പ്രസിഡന്റ് തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. സോ ഈ ഒരു ഗ്രൂപ്പിന്റെ തലവനായിട്ടുള്ള വ്യക്തിയെയും അതുകൂടാതെ അവരുടെ തന്നെ പ്രധാനപ്പെട്ട കുറച്ച് നേതാക്കന്മാരെയും ഈ ഒരു കാറ്റ്സ ആക്ട് പ്രകാരം അമേരിക്ക വിലക്കിയിട്ടുണ്ട്. ഇവരുടെ മേലെ സാമ്പത്തികമായിട്ടും വിസ വിലക്കൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ ഈ SSB എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ് പിന്നീട് വേറെ കൺട്രീസുമായിട്ട് ഇടപാട് നടത്തുന്ന സമയത്ത് അവരുടെ മേലെ കൂടുതൽ ഫിനാൻഷ്യൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരിക, ഇത് കൂടാതെ ഈ SSBക്ക് ലോൺ ലഭിക്കുന്നത് തടയുക, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ അമേരിക്ക ഈ ഒരു ആക്ട് വഴി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ തുർക്കിയെ ഇപ്പോൾ ഉൾപ്പെടുത്തിയതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തുർക്കി റഷ്യയുമായിട്ട് S400 ഡീല് സൈൻ ചെയ്തതും അത് വാങ്ങിയതുമാണ്. സോ ഈ ഒരു കാര്യം എന്തുകൊണ്ട് ഇപ്പോൾ അമേരിക്ക കൊണ്ടുവന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് പിന്നിൽ കുറേയധികം പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് തന്നെ പറയാം. കാരണം ഡൊണാൾഡ് ട്രംപ് സ്ഥാനം ഒഴിയാൻ പോവുകയാണ്. അടുത്തതായിട്ട് ജോ ബൈഡൻ വരാൻ പോവുകയാണ്. സോ ജോ ബൈഡന് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായിട്ടുള്ള ഒരു നീക്കമായിട്ടായിരിക്കാം ഇത് നടന്നിരിക്കാമെന്നൊക്കെയാണ് പല ഡിഫൻസ് വിദഗ്ധരും അഭിപ്രായം ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് മൈക്ക് പോംബോ തന്നെ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പുറത്തുവിട്ട സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും. സോ ഈ ഒരു സാങ്ഷൻ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അടുത്ത പ്രസിഡന്റിന് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്ന് തന്നെയാണ്. കാരണം തുർക്കിയുമായിട്ട് ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ തലത്തിൽ അമേരിക്കയുടെ മേലെ, പ്രത്യേകിച്ച് അമേരിക്കയുടെ ഭരണത്തിലിരിക്കുന്ന ആൾക്കാരുടെ മേലെ ഒരു നെരുക്കടി കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപ് ഉദ്ദേശിച്ചിരിക്കുന്നതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സോ ഇതിൽ ഇന്ത്യ എങ്ങനെ ബാധിക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞ 39 കമ്പനീസ്, ഈ 39 കമ്പനീസിൽ അൽമാസ് എന്ന് പറയുന്ന S400 മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയുമുണ്ട്. സോ ഈ അൽമാസ് കമ്പനിയെ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ കമ്പനിയുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഡീൽ നടപ്പാക്കുകയാണെങ്കിൽ ആ
കൺട്രീസിന്റെ മേലെയും അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തും. ഇതാണ് ഈ ഒരു കാറ്റ്സ ആക്ടിന്റെ സെക്ഷൻ 231 പറയുന്നത്. സോ ഇന്ത്യ റഷ്യയുമായിട്ട് ഈ ഒരു ഡീല് നടപ്പാക്കുന്നതിലൂടെ ഇന്ത്യയുടെ മേലെ അമേരിക്ക സാമ്പത്തികമായ ഉപരോധം ഏർപ്പെടുത്തുമോ, അതുപോലെ തന്നെ ഇന്ത്യ S-400 വാങ്ങുന്നെന്ന് പിന്മാറുമോ എന്നൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ ഉയർന്നു വന്നത്. അത് എന്തുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ, ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ വിസിറ്റ് നടത്തിയിരുന്നു. അതിന് മുൻപ് തന്നെ ഈ S-400 ഡീല് മൂലം ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ പ്രശ്നം വരാൻ പാടില്ല പറഞ്ഞിട്ട് അമേരിക്ക ഒരു സ്റ്റാൻഡ് എടുത്തിരുന്നു. പക്ഷേ ഡെമോക്രറ്റ്സ് അധികാരത്തിൽ വരാൻ പോവുകയാണ്. സോ ജോ ബൈഡൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റഷ്യയുടെ മേലെ കൂടുതൽ കർക്കശമായ നീക്കങ്ങൾ നടപ്പാക്കാനായിട്ട് ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ജോ ബൈഡൻ. ഇതിനെപ്പറ്റി നമ്മൾ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ തന്നെ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ജോ ബൈഡൻ മേ ബി ഈ ആക്ട് കൂടുതൽ ശക്തമാക്കുമോ എന്നും, അതുകൂടാതെ റഷ്യയുമായിട്ട് ഡീൽ നടപ്പാക്കുന്ന ഇന്ത്യ ഉൾപ്പെടുന്ന കൺട്രീസിനെ ഇത് കാര്യമായിട്ട് ബാധിക്കുമോ എന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു പ്രശ്നം ഉയർന്നു വന്നത്. പ്രത്യേകിച്ച് തുർക്കിയുടെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ SSB എന്നറിയപ്പെടുന്ന ഗ്രൂപ്പിന്റെ തലവൻ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞ കാര്യമാണ്, ഈ ഒരു സാങ്ഷൻ കാരണം അമേരിക്കയും തുർക്കിയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് തന്നെ തുർക്കിയുടെ ഡിഫൻസ് മിനിസ്റ്റർ ഇതിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നും വലിയൊരു കുലുക്കം തന്നെ ഇതുമൂലം സംഭവിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു കൂട്ടായ്മ എന്നൊക്കെ പറയുമ്പോൾ അത് എപ്പോഴും സഹകരിച്ച് നിൽക്കേണ്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സോ എന്താണ് ഈ ഒരു കൂട്ടായ്മ ചോദിക്കുകയാണെങ്കിൽ, തുർക്കിയും അമേരിക്കയും നാറ്റോ മെമ്പേഴ്സാണ്. സോ അതുകൊണ്ട് തന്നെ തുർക്കിയും അമേരിക്കയും ഒരു നാറ്റോ മെമ്പർ ആയിരിക്കുമ്പോൾ ഇവർ തമ്മിൽ പരസ്പരം ഈ ഒരു സാങ്ഷൻ ഏർപ്പെടുത്തുന്നത് തുർക്കിയെ വലിയ തോതിൽ ചൊടിപ്പിച്ചതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെയും ഈ ഒരു നീക്കം അമേരിക്ക നടപ്പാക്കുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. സോ അതേ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യക്ക് S-400 കിട്ടില്ലേ എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ്. അതിനൊരു ഉത്തരം എന്ന് പറയുന്നത് ഇന്ത്യക്ക് എന്തായാലും S-400 കിട്ടും. കാരണം ഈ ഒരു ഡീല് 2018 സൈൻ ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് $5 ബില്യൺ 5 S-400 ആണ് ഇന്ത്യ വാങ്ങുന്നത്. സോ ഇത് വാങ്ങുന്ന സമയത്ത് തന്നെ ഒരു പറഞ്ഞ കാര്യമായിരുന്നു, ഡീൽ സൈൻ ചെയ്യുന്ന സമയത്ത് 2021 ഇതിന് ഡെലിവറി നടക്കുക എന്ന്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി 2021 വരാൻ പോകുന്നേ ഉള്ളൂ. സോ ആ സമയത്ത് ഈ പ്രശ്നങ്ങൾ വീണ്ടും വലിഞ്ഞു വരികയാണെങ്കിൽ പോലും അമേരിക്ക ഒരുപക്ഷെ ഇന്ത്യക്ക് കൂടുതൽ ഇളവുകൾ നൽകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇന്ത്യ ഇപ്പോൾ അമേരിക്കയുടെ ഒരു പ്രധാനപ്പെട്ട ട്രേഡിംഗ് പാർട്ട്ണറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ തന്നെ ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഒക്കെ നടത്തിയ സ്റ്റഡീസിൽ പറയുന്ന ഒരു കാര്യമാണ്, അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് ഇന്ത്യയിൽ നടപ്പാക്കുന്ന ഡിഫൻസ് ഡീലിന്റെ ഒരു വർധനവ് വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ടെന്നും 9% നിന്ന് 19% ഇത് കൂടിയിട്ടുണ്ടെന്നും കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് അമേരിക്ക മേ ബി ഇന്ത്യക്ക് ഒരു ഇളവ് നൽകാമെന്നൊക്കെയാണ് അമേരിക്കയിൽ തന്നെയുള്ള പല വിധത്തിലും ഈ കാര്യത്തെപ്പറ്റി പറയുന്നത്. പ്രത്യേകിച്ച് അവരുടെ ഈ ഒരു ഇന്തോ പസഫിക് മേഖലയെ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ പോലും ഇതിനെപ്പറ്റി സംസാരിച്ചത് അങ്ങനെ തന്നെയാണ്. അതായത് ഇന്ത്യക്ക് മേ ബി ഈ കാറ്റ്സ ആക്ടിൽ ഇളവുകൾ നൽകിയേക്കാമെന്ന് പറയുന്നുണ്ട്. കാരണം ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഡിഫൻസ് പാർട്ട്ണർ റഷ്യയും കൂടെയാണ്. സോ റഷ്യ ഇന്ത്യയുമായിട്ട് ഡീൽ നടപ്പാക്കുന്നതിൽ അമേരിക്കയ്ക്ക് ഇടപെടാൻ സാധിക്കില്ല. സോ ഇത് വലിയൊരു തരത്തിൽ മേ ബി ഇന്ത്യക്ക് ഒരു സ്വാധീനം ചെലുത്താൻ രീതിയിൽ ഇന്റർനാഷണൽ ലെവലിൽ മാറിയേക്കാമെന്നും നമുക്ക് ഈ ഒരു അവസരത്തിൽ ഊഹിക്കാൻ പറ്റും. ഇത് കൂടാതെ ഈ കഴിഞ്ഞ 15-ാം തീയതി ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് അവർ അമേരിക്കയുടെ ഇപ്പോഴത്തെ ആക്ടിംഗ് ഡിഫൻസ് മിനിസ്റ്ററായ മില്ലറിനെ കോൺടാക്ട് ചെയ്തിരുന്നു. ഈ ഒരു ഫോൺ സംഭാഷണത്തിൽ ഇന്ത്യയുടെ ഈ ഒരു S-400 പർച്ചേസിനെ പറ്റി അദ്ദേഹം സംസാരിച്ചുവെന്ന്, അതായത് രാജ്നാഥ് സിംഗ് അവർ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഡെക്കാൻ ഹെറാൾഡ് എന്നറിയപ്പെടുന്ന പത്രത്തിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. സോ ഇതുകൊണ്ട് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇന്ത്യ S-400 വളരെയധികം ഒരു അത്യാവശ്യമായിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ അതിനെ തടയാനായിട്ട് അമേരിക്ക ശ്രമിക്കരുതെന്ന രീതിയിൽ ഒരു കാര്യം ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ സംസാരിച്ചിരിക്കാമെന്നൊക്കെയാണ് ഈ ഒരു പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇന്ത്യയുടെ സ്പോക്ക് പേഴ്സന്റെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വന്നാലേ അറിയാൻ സാധിക്കുകയുള്ളൂ. തുർക്കിയെ അമേരിക്ക ഓൾറെഡി F-35 ആ ഒരു ഡീലിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഒരു S-400 ഡീല് റഷ്യയുമായിട്ട് തുർക്കി നടപ്പാക്കിയതാണ്. കാരണം ഈ F-35 എന്നറിയപ്പെടുന്ന ഫൈറ്റർ ക്രാഫ്റ്റ് മേ ബി തുർക്കിക്ക് ലഭിക്കുന്ന സമയത്ത് തുർക്കിയുടെ കൈവശമുള്ള S-400 യൂസ് ചെയ്തിട്ട് അദ്ദേഹത്തെ ഒന്ന് ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ അത് ഈ ഒരു S-400 ക്ലിക്ക് ആവുന്നുണ്ടോ എന്ന രീതിയിൽ ടെസ്റ്റിംഗ് നടപ്പാക്കുകയാണെങ്കിൽ അതിന്റെ ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്യാൻ പറ്റും. സോ കളക്ട് ചെയ്ത ഡാറ്റാസ് റഷ്യക്ക് കൈമാറുകയാണെങ്കിൽ റഷ്യക്ക് F-35 ഈസി ആയിട്ട് ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ S-400 മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് കാര്യം കൊണ്ടാണ് തുർക്കിയെ F-35 ഡീലിൽ നിന്ന് അമേരിക്ക സസ്പെൻഡ് ചെയ്തത്. സോ ഇങ്ങനെ നീക്കം കൂടി നടപ്പാക്കിയത് തുർക്കിയെ കാര്യമായിട്ട് തന്നെ ബാധിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും.
ഇത് കൂടാതെ തുർക്കി ഈ ഒരു S-400 വാങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം അമേരിക്കയുടെ പാട്രിയോട്ട് മിസൈൽസിന്റെ ഒരു പിഴവ് തന്നെയാണ്. ഈ പാട്രിയോട്ട് മിസൈൽസ് വലിയ തോതിൽ പിഴവ് സംഭവിക്കുന്നുണ്ട് പറഞ്ഞിട്ട് വാർത്തകൾ പുറത്തു വന്നിരുന്നു. സൗദി അറേബ്യ അത് യൂസ് ചെയ്തപ്പോഴും അത് വലിയൊരു പിഴവ് വന്നെന്നും ഈവൻ അമേരിക്ക തന്നെ ഈ പാട്രിയോട്ട് മിസൈലിന്റെ ഒരു പിഴവ് കാരണം ഇസ്രായേലുമായിട്ട് കൂട്ടിച്ചേർന്നിട്ട് അവരുടെ അയൺ ഡോം എന്നറിയപ്പെടുന്ന ആ ഒരു മിസൈൽ സിസ്റ്റം സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ടും അതിനായിട്ട് $200 മില്യൺ ചെലവഴിക്കുന്നതായിട്ടും വാർത്തകൾ വരുന്നുണ്ട്. സോ മേ ബി ഈ ഒരു അവസാന ദിവസം 2020 ഇങ്ങനെ പലതരത്തില് ഒരു പ്രശ്നങ്ങൾ 2021 ക്രിയേറ്റ് ചെയ്യാനായിട്ടായിരിക്കാം ഈ ഒരു നീക്കം ഡൊണാൾഡ് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ നടപ്പാക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. അതിന്റെയൊക്കെ ഒരു പരിണിത ഫലങ്ങൾ എന്തായിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. സോ ഇത്രയും കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ വിചാരിച്ചത്. സോ ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. സോ കുറേയധികം നോയ്സ് ഉണ്ടാകും, ഞാൻ റൂമിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സോ എപ്പോൾ കാണാമെന്ന് പറയാൻ പറ്റില്ല. മേ ബി ഞാൻ നാളെ പറ്റുകയാണെങ്കിൽ ഒരു ട്രാവൽ വ്ലോഗ് അപ്ലോഡ് ചെയ്യാം. അതിനെപ്പറ്റിയുള്ള അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. സോ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ജയ് ഹിന്ദ്.